ചെങ്ങായിമാരെ, ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും എത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാട്ടിൽ നിന്ന് ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് ഓരോരാളും പ്രവാസ ലോകത്തേക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് വരുന്നത്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ചെങ്ങായിമാരെ. ഇതുപോലത്തെ അവസ്ഥ ഇനി ഒരാൾക്കും വരാതിരിക്കട്ടെ. എനിക്ക് ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളൊന്നും ലൈഫിൽ മറക്കാൻ പറ്റില്ല. കാരണം അത്രയും സ്ട്രഗിളായിരുന്നു ശരിക്കും. അവിടെ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് എന്നെ വിൽക്കുന്ന പോലെ അതായിരുന്നു സംഭവം ശരിക്കും. 15 ദിവസമായിട്ട് ആമിയുടെ സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ ബാക്കിലുള്ള പാർക്കിലാണ് ആമി കഴിഞ്ഞു പോകുന്നത്. പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് യൂണിയൻ ബസ് സ്റ്റേഷൻ തന്നെയാണ്. 2 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ വന്നതാണ് ആമി. ആ സമയത്ത് വന്ന ഉടനെ ഒരു ജോലി കണ്ടെത്തി. വിസ കാലാവധി തീരുന്നതിന് 3 ദിവസം മുമ്പ് മുതലാളി പറഞ്ഞു, ഇവിടെ ജോലിയില്ല, നിങ്ങൾ വേറെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ശമ്പളവും കൊടുത്തില്ല. പെട്ട അവസ്ഥയിലായി പോയി. ആരുമില്ല സഹായിക്കാനായിട്ട്. ഒരു ബെഡ് സ്പേസ് ഞാൻ തൽക്കാലത്തേക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ലേഡീസ് ബെഡ് സ്പേസ് ആണ്. അത് 3 ദിവസം മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലേഡീസ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് ബന്ധപ്പെടുക. നിങ്ങൾ വിസിറ്റിംഗ് വിസയിലാണ് വന്നെങ്കിൽ നിങ്ങളുടെ ജോലി ഉടനെ തന്നെ ഉറപ്പുവരുത്താൻ നോക്കുക. ഇല്ലെങ്കിൽ പണി കിട്ടും. കാരണം നമ്മൾ സഹായിക്കാനായിട്ട് പ്രവാസ ലോകത്ത് വളരെ തുച്ഛം പേര് മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരരുത്. കയറി വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഭവം. കാരണം അവനവൻ്റെ കാര്യം നോക്കാൻ തന്നെ സമയമില്ല. ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.